ഒരു രാഷ്ട്രീയ നേതാവിന്റെ വായിൽ നിന്ന് വരേണ്ട വാചകമല്ല പ്രതിഭയുടെ ഇന്ന് വന്നിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ രാഷ്ട്രീയം ഇവിടെ നിൽക്കുന്നത് മനസ്സിലാക്കണം. സൗദി അറേബ്യയിൽ ഇതുവരെ പോവില്ല. അവരുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിനെയും ഇവര് വിറ്റ് കാശാക്കിയാണ് ചെയ്യുന്നത്. വാസ്തവം പറഞ്ഞാൽ ഇന്ന് സ്ത്രീകളോടൊക്കെ ഇവിടുത്തെ ആണുങ്ങൾ ഭയങ്കര കടപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അസംബ്ലിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു മാതൃകയാക്കി എടുക്കാൻ പറ്റും. ചന്തയേക്കാൾ മോശമായാണ് ഇപ്പൊ നിയമസഭ അല്ലേ? നമസ്കാരം സർ. നമസ്കാരം. നാട്ടിലെ ഉദ്ഘാടനങ്ങൾക്ക് തുണി ഉടുക്കാതെ വരുന്ന താരങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ റീച്ചുള്ളൂ. അവരെ കാണാൻ വേണ്ടി മാത്രമാണ് ജനങ്ങൾ ഇടിച്ചു കൂടുന്നത്. അതുപോലെ തന്നെ മോഹൻലാൽ അവതാരകനായിട്ടുള്ള ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ഒരു ഒളിഞ്ഞുനോട്ട പരിപാടിയാണ്. ഇത്തരത്തിൽ വിവാദപരമായ ഒരു പ്രസ്താവനയുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് യു പ്രതിഭ. മാത്രമല്ല, ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റു പല നേതാക്കന്മാരും രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ ഈശ്വറൊക്കെ യു പ്രതിഭ പറഞ്ഞത് കറക്റ്റ് ആണ് എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളൊക്കെയാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. താരങ്ങളുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ, അല്ലെങ്കിൽ അവരുടെ അവകാശമല്ലേ? ഇതിൽ ഒരു ജഡ്ജ് ചെയ്യാൻ യു പ്രതിഭ ആളാണോ? ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന വിഷയം എന്താന്ന് നോക്കണം. വിഷയം ഇതിനകത്ത് യു പ്രതിഭ പറഞ്ഞതിനകത്ത് വസ്ത്രധാരണം പോരാ എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് വളരെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ വിഷയം അടങ്ങിയിട്ടുള്ളൂ. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന വിഷയം സെക്സ് ആണ്. അതെ. അപ്പോൾ ഈ സെക്സിനകത്ത് മനുഷ്യൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ മനുഷ്യരാശി നിലനിൽക്കുന്നിടത്തോളം കാലം സെക്സിനകത്ത് മനുഷ്യന് താല്പര്യം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അപ്പൊ ഈ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങൾക്ക് സീസണലാണ്, പ്രകൃതി അതിന് കൃത്യമായിട്ടുള്ള നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പം കന്നിമാസമല്ലേ? ഈ കന്നിമാസത്തിൽ ചില നമ്മുടെ സുഹൃത്തുക്കള് ഈ റോഡിലേക്ക് കിടന്ന് ബേളം കാണിക്കുന്നത് കാണാറുണ്ട് അല്ലേ? അത് പ്രകൃതി ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേകതയാണ്. പക്ഷെ മനുഷ്യനതല്ല. മനുഷ്യൻ അവൻ്റെതായ സൗന്ദര്യം, അതേപോലെ ചോയ്സ്, ഇതൊക്കെ വെച്ചിട്ടാണ് ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്യണത്. പ്രകൃതി അവനായിട്ട് ഓർഡർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഒരു സോഫ്റ്റ്വെയർ അതിന് കൊടുത്തിട്ടുണ്ട്. നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോളാൻ പറഞ്ഞിരിക്കുക. വസ്ത്രം ഉടുക്കണേ ഉടുക്കുക, ഉടുക്കണ്ടേ ഉടുക്കണ്ട, അത്രേ ഉള്ളൂ. നമ്മുടെ ഇവിടുത്തെ ഒരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിന്റെ പശ്ചാത്തലം ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇഷ്ടംപോലെ ഫ്രീഡം ഉണ്ട്. അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ നമുക്ക് പിന്നെ അല്പവസ്ത്രധാരികളായിട്ടോ അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ എനിക്കിപ്പോ ഒരു വസ്ത്രം കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി റോഡിൽ നടന്നാലും ഇന്ന് വലിയ പ്രശ്നമില്ലാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത്. ആൾക്കാർ ചിലപ്പോൾ നോക്കി നിൽക്കും. ചിലര് പുരോഗമനമൊക്കെ നടിച്ചിട്ട് ഇതൊന്നുമില്ല, അവരുടെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. പക്ഷെ അവരുടെ ഉള്ളിലുള്ള വികാരത്തെ അവർ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കേരള സമൂഹം ഇന്ന് ഇമോഷൻസിനെല്ലാം സപ്രസ് ചെയ്യുന്ന ഒരു സമൂഹമായി മാറിയിട്ടുണ്ട്. എന്ത് ഇമോഷൻ, ഇപ്പൊ ഉദാഹരണത്തിന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, എന്ത് ഉള്ളിൽ തോന്നിക്കഴിഞ്ഞാൽ അതിനെ മറച്ചു വെക്കുക അല്ലേ? ഇപ്പൊ ഒരു തടിയുള്ള സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അയാളുടെ ഉള്ളിൽ സ്ത്രീ തടിയുള്ളയാണെന്നോ അല്ലെങ്കിൽ ആണ് തടിയുള്ള ഒരുത്തനാണെന്നുള്ളത് വന്നു കഴിഞ്ഞു. പക്ഷെ അത് പറയാൻ പാടില്ല. പറഞ്ഞാൽ അത് തെറ്റായി പോകുന്നുള്ള ഭയം കാരണം അത് പറയാതെ നോർമലാണ്. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വളരെ പ്ലെയിൻ ഈ മൃഗങ്ങളുടെ കാഴ്ചയിലേക്ക് മനുഷ്യൻ മാറി കേരളത്തില്. കാര്യം മൃഗങ്ങൾ ഈ രണ്ട് കണ്ണുണ്ട്, നമുക്കും രണ്ട് കണ്ണുണ്ട്. പക്ഷെ നമുക്ക് ഈ രണ്ട് കണ്ണുകൊണ്ടുള്ള കാഴ്ച പോരാ. നമുക്കൊരു 3 ഡയമെൻഷനിലായിട്ട്, അതായത് ബാഹ്യമായിട്ടല്ല, അല്ലാതെ ഒരു 3 ഡയമെൻഷനിലായിട്ട് നമുക്ക് കാണാൻ കഴിയണം. അങ്ങനെ ഓരോ ഉദാഹരണത്തിന് ഒരു മൃഗത്തിനെ സംബന്ധിച്ചിട്ട് ആ എന്ന ലെറ്റർ കണ്ടു കഴിഞ്ഞാൽ അതിനൊന്നും മനസ്സിലാവത്തില്ല. ഒരു ചെറിയൊരു കറുപ്പ് മാത്രമേ തോന്നത്തുള്ളൂ, അത് നിറം അറിയാവുന്നുണ്ടെങ്കിൽ അല്ലെ? നമ്മളെ സംബന്ധിച്ച് ആ എന്ന അക്ഷരം കാണുന്ന സമയത്ത് അത് ശബ്ദമാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത് അല്ലെ? അപ്പൊ അതിന്റെ കൂടെ 2 മായും കൂടെ ഇരട്ടക്ഷരം ചേർത്ത് അമ്മ എന്നുള്ള സാധനം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ കാണുന്നത് ഈ 2 കണ്ണുകൊണ്ട് കണ്ടിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു സംഗതി വെച്ച് പ്രോസസ് ചെയ്തിട്ടാണ് ഈ അമ്മ എന്നുള്ള സാധനമാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ഒരു തലം എപ്പോഴും മനുഷ്യനിൽ ഉണ്ടാവുന്ന സാധനം. അപ്പൊ അതിനെ നമ്മൾ എത്രമാത്രം ഗംഭീരമാക്കി നമ്മൾ വ്യക്തികൾ മാറ്റുന്നു, സമൂഹത്തിൽ അതിനനുസരിച്ചിട്ടുള്ള എന്തെല്ലാം സംഗതികൾ വരുന്നു എന്നൊക്കെ നോക്കിയിട്ടാണ് ഇതിന് മാറ്റം ഉണ്ടാകുന്നത്. പക്ഷെ കേരളത്തിലേക്ക് അതല്ല. കേരളത്തിൽ നിങ്ങൾക്ക് ഇനി എലിവിഷമല്ല, അതിനപ്പുറത്തെ വിഷം വിൽക്കണമെന്നുണ്ടെങ്കിലും സെക്സ് പരസ്യത്തിന് ഉപയോഗിച്ചേ പറ്റും. ഇപ്പൊ ബൈക്ക് മാർക്കറ്റ് ചെയ്യണം പരസ്യമാണെന്നുണ്ടെങ്കിൽ അതിനകത്തും ഹിഡൻ ആയിട്ട് സെക്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. നോക്കുമ്പോൾ നല്ല വേഷവും മറ്റു കാര്യങ്ങളും ഫാഷനും ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഫാഷൻ ഇൻഡസ്ട്രി നമ്മൾ എന്തിനാ മറച്ചു വയ്ക്കുന്നത്? ഫാഷൻ ഇൻഡസ്ട്രി അടിസ്ഥാനമായിട്ട് ഉപയോഗിക്കുന്നത് സെക്സിനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികളുണ്ട്. പക്ഷെ ഇതൊക്കെ പുരോഗമനമായിട്ട്, ഇതൊക്കെ ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണ്, കംഫർട്ടാണ്. ഓക്കെ, കംഫർട്ടാണെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇമോഷൻസിനെ സപ്രസ് ചെയ്യുന്ന സൊസൈറ്റി അത് ഔട്ട്ബേസ്റ്റ് പൊട്ടിത്തെറിക്കുന്നു. ഇപ്പൊ കേരളത്തിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇമോഷൻസിനെയും സപ്രസ് ചെയ്തുകൊണ്ട്
ഇങ്ങനെ മനുഷ്യൻ ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഇമോഷൻ മാത്രമല്ല, എല്ലാം സംസാരിക്കുന്ന സമയത്ത് ഇപ്പം ഒരു വ്യക്തി നേരത്തെ പറഞ്ഞ തടിയുള്ള വ്യക്തി ആണായാലും പെണ്ണായാലും, അവിടെ തടിയുള്ള വ്യക്തി എന്നുള്ള സാധനം നമ്മുടെ ഒരു ബാഹ്യ കാഴ്ചയിൽ മാത്രമേ ഉള്ളൂ. അത് മറിച്ച് അയാളുടെ ഒരു വ്യക്തിയാണ്, ഒരു മനുഷ്യനാണ് എന്നുള്ള തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ തടിയൊന്നും കാണത്തില്ല, അല്ലേ? ഇപ്പം നമ്മള് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന അദ്ദേഹം തിയററ്റിക്കൽ ഫിസിസ്റ്റ്, അദ്ദേഹത്തിന് ഈ മോട്ടോർ ന്യൂറോൺ ഡിസീസ് പിടിച്ചിട്ട് ഈ 2 വിരലിന്റെ അറ്റം മാത്രമേ അനങ്ങത്തുള്ളായിരുന്നു. നമ്മൾ ഈ ആ ഒരു മരിച്ച ബോഡി പോലെയല്ല അദ്ദേഹത്തിന് നമ്മൾ ലോകം കണ്ടത്, അല്ലേ? അപ്പൊ അവിടെ അതേപോലെ നമുക്കുള്ളൊരു കാഴ്ച വ്യക്തികളുണ്ടാണ്. ഉണ്ടാവത്തിടത്തോളം കാലം പുറമേ മാത്രമുള്ള കാഴ്ചയിൽ ഒതുങ്ങി. അതാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് സണ്ണി ലിയോൺ ഇവിടെ ഒരു 8-10 വർഷത്തിന് മുമ്പ്, 10 കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വരികയുണ്ടായി ഒരു കടയുടെ ഉദ്ഘാടനത്തിനായിട്ട്. അന്ന് ശരിക്കും സണ്ണി ലിയോൺ എന്ന് വെച്ചാൽ പോർണോഗ്രാഫിക് ആക്ടറും കൂടെയാണ്, അല്ലേ? അപ്പൊ അന്ന് ഈ കൊച്ചിയിലുള്ള പോലീസുകാർക്ക് ആർക്കും അന്നൊക്കെയുള്ള മുതിർന്ന പോലീസുകാരൊക്കെയാണല്ലോ കൂടുതലുണ്ടാവുക. ഈ ചുമതലയുണ്ടായിരുന്ന സിറ്റി പോലീസ് കമ്മീഷണർക്കും അല്ലെങ്കിൽ പോലീസുകാർക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഒരു കടയുടെ ഉദ്ഘാടനത്തിന് ബോംബെ നിന്ന് അടി വരുന്നു. അന്നത്തെ പത്രങ്ങളിലെല്ലാം ഈ സണ്ണി ലിയോൺ എന്ന് കൊച്ചിയിൽ അവരുടെ ഒരു ടൈറ്റ് കോസ്റ്റ്യൂമിലുള്ള ഒരു പടമൊക്കെ വെച്ചിട്ട് 1-ാം പേജിൽ കൊടുത്തു. വൈകുന്നേരം എനിക്ക് ഹർഷയ്ക്ക് അത് ഓർമ്മയുണ്ടാകാൻ സാധ്യതയില്ല, അന്ന് കുട്ടിയായിരിക്കണം. കൊച്ചി നഗരം ഇളകി മറിഞ്ഞെന്ന് മാത്രമല്ല, പോലീസിന് ഇതേപോലെ ജീവിതത്തിൽ കൊച്ചിയിൽ ഇതുപോലെ ഒരു ചലഞ്ച് ഉണ്ടായിട്ടില്ല. കാരണം ഒരു കടയുടെ ഉദ്ഘാടനത്തിന് എം ജി റോഡി വന്നതാണ്. കൊച്ചി മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് സകലതും മറിച്ചിട്ട് അതിനുശേഷമാണ് ഈ പോലീസുകാർ അറിയുന്നത് ഈ ചങ്ങാതി ആരാണെന്നുള്ളത്. അപ്പൊ ഈ കേരളത്തിൽ നിന്നുള്ള ജനം മുഴുവൻ ഇവിടെ വന്ന് കൊച്ചി നഗരത്തിൽ വന്ന് അടിഞ്ഞു. അപ്പോഴാണ് പോലീസ് അറിയുന്നത് ഇത്രയും വലിയൊരു സംഭവമാണെന്നുള്ളത്. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട സാധനം എന്ന് വെച്ചാൽ സണ്ണി ലിയോണിനെ അത് വന്നത് കൂടുതലും ചെറുപ്പക്കാർ പിള്ളേരാണ്, ശരിക്കും പറഞ്ഞാൽ കൗമാരക്കാരാണ് വന്നത്. അതായത് അന്ന് ഇത്രയും ജനങ്ങൾ ഇവിടെ കേരളത്തിൽ ഭയങ്കരമായിട്ട് പോർണോഗ്രഫി കാണുന്ന ഒരു സമൂഹം, അതറിയാമോ? അത് ഇവിടെ ആൺകുട്ടികൾ മാത്രമല്ല, ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങൾ കാണുന്ന സ്ഥലമാണ് പോർണോഗ്രഫി കാണുന്നത്. ഇതെല്ലാം അത് സിക്നെസ് ആണ്. പോർണോഗ്രഫി കാണുക എന്ന് പറഞ്ഞാൽ ഒരു രോഗമാണ്, ഒരു മാനസിക രോഗമാണ് പോർണോഗ്രഫി കാണാന്ന് പറഞ്ഞാൽ. അപ്പൊ പോർണോഗ്രഫി കാണുന്ന ഒരു വലിയൊരു സമൂഹമാണ് കേരളം എന്ന് പറഞ്ഞത്. അത് മാനസിക രോഗമാണ് പോർണോഗ്രഫി കാണാന്ന് പറഞ്ഞാൽ. പോർണോഗ്രഫി കാണുന്നവർക്കുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സിനെ എൻജോയ് ചെയ്യാനുള്ള ശേഷിയും കുറയും. റിയൽ സെക്സിനെ എൻജോയ് ചെയ്യാനുള്ളത് മാത്രം എൻജോയ് ചെയ്യുന്ന അവസ്ഥയിൽ. അപ്പൊ എന്താ പറയാ, റിയൽ ആയിട്ടുള്ള സെക്സ് എൻജോയ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഫ്രസ്ട്രേഷൻ വരും, സെക്ഷൽ ഫ്രസ്ട്രേഷൻ വരും. അതിന് ഏതെങ്കിലും രീതിയിൽ ഈ പറഞ്ഞ അവർക്ക് മാനസികമാണ്, ഇതൊരു മാനസിക രോഗമാണ് ഈ പോർണോഗ്രഫി കാണാന്ന് പറയുന്നത്. അപ്പൊ പെട്ടെന്നൊരു നടി ഒരു ഇമേജ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വരുന്നു. അപ്പൊ അവരുടേതായിട്ടുള്ള അടുത്ത് കാണുന്നു, അപ്പൊ അല്ലെങ്കിൽ ദൂരെ നിന്ന് കണ്ടിരുന്ന ചില സാധനങ്ങൾ അടുത്ത് കാണാനുള്ള ഒരു ടെൻഡൻസി. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ നഗ്നതയോടുള്ള സംഗതി കൊണ്ടോ സെക്സിനോടുള്ള സംഗതി കൊണ്ടോ നല്ലത്. ഇത് ക്യൂരിയോസിറ്റി, ഇത് ഈ പോർണോഗ്രഫി കാണുന്ന രോഗം കൊണ്ടുണ്ടാവുന്ന ആ ഒരു ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് അറിയാനുള്ള ഒരു വ്യഗ്രതയാണ്. അപ്പൊ അതുകൊണ്ട് പ്രതിഭ പറഞ്ഞതുപോലെ, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ വസ്ത്രം ഇടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല ഇയാൾ ഇടിച്ചു കയറുന്നത്. അതിപ്പം നമ്മളൊരു ഹേലോ ഉണ്ട്, ഒരു നടി അല്ലെങ്കിൽ നടൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാരുടെ ഉള്ളിൽ ഇങ്ങനെ നമ്മളിങ്ങനെ മാധ്യമങ്ങൾ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു, ഒരു സെലിബ്രിറ്റിയുടെ ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് ഒരു സാധാരണ വ്യക്തിയിൽ നിന്ന് ഇദ്ദേഹത്തിന് എന്തൊക്കെയോ ഉള്ളത് ഒരു ഹേലോ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ അത് അടുത്ത് കാണാനുള്ള ക്യൂരിയോസിറ്റി മനുഷ്യനുണ്ടോ? അല്ലാതെ ഈ സെക്സ് വസ്ത്രം കുറഞ്ഞത് കൊണ്ട് മാത്രമല്ല ഇടിച്ചു കയറുന്നത്. അതേ സമയത്ത് അത്തരം വസ്ത്രധാരണത്തിലൂടെ ഇവർക്കൊരു ഇമേജ് അവർ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഇമേജ് ആണ് ആൾക്കാരെ പുള്ളി അയക്കുന്നത്. പിന്നെ ഈ വസ്ത്രം സിനിമാ നടികൾ ധരിച്ചു വന്നത് കൊണ്ട് നമ്മുടെ ഈ ഫ്രസ്ട്രേഷൻ മാറുന്നുണ്ടോ? ഇല്ല. അതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ അതിനൊരു എന്താ പറയുക, നമ്മുടെ അവിടെയാണ് ഈ ഒരു സൊസൈറ്റി അതിൻ്റെതായിട്ടുള്ള, ഉദാഹരണത്തിന് ഒരു രാഷ്ട്രീയ നേതാവ് ഇപ്പൊ പ്രതിഭ ഇത് പറഞ്ഞു, മുഖ്യമന്ത്രിയോട് ചോദിക്കുക, മുഖ്യമന്ത്രിയുടെ ഇതിന്റെ അഭിപ്രായം ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ രീതി പറയും. ഇവിടെ ഒരു വനിതാ മന്ത്രി എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വാതന്ത്ര്യം മറ്റേ സംഗതി എന്ന് പറയും. പ്രതിഭ തന്നെ അത് പറഞ്ഞിരുന്നു. അവരിത് പറഞ്ഞിട്ട് പിന്നീട് അവർ പറയുന്നത് മാന്യമായി വസ്ത്രം ധരിച്ച് ഉദ്ഘാടനങ്ങൾക്ക് വരാൻ അവരോട് ആവശ്യപ്പെടണം, താരങ്ങളോട് ആവശ്യപ്പെടണം. ഇനി ഇതൊരു സദാചാരമാണ് എന്ന് പറഞ്ഞ ആരും രംഗത്തേക്ക് വരണ്ട, വസ്ത്രം ഇടുക എന്നുള്ളത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് രണ്ടും പറയുന്നത് ഒരു വ്യക്തി തന്നെയാണ്. ഇതാണ് എന്റെ നിലപാട് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി രണ്ടും കറക്റ്റ് ആണ്, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അതേസമയം തന്നെ വരുന്ന താരങ്ങളോട് മാന്യമായ വസ്ത്രം ധരിച്ച് വരാൻ പറയണം എന്ന് പറയുമ്പോൾ അതില് ഈ രണ്ടഭിപ്രായം പറയുമ്പോൾ അവിടെയാണ് ന്യായം എന്താണെന്ന് അന്വേഷിക്കുന്നത്. അവിടെയാണ് നമ്മുടെ രാഷ്ട്രീയം ഇവിടെ നിൽക്കുന്നത് മനസ്സിലാക്കണം.
യു പ്രതിഭ എന്ന് പറഞ്ഞ CPM-ന്റെ ഒരു നേതാവാണ്, ഒന്നിലധികം തവണ MLA ആയ വ്യക്തിയാണ്. അപ്പൊ ആ യു പ്രതിഭ ഒരു സ്ത്രീയും കൂടെയാണ്, അല്ലേ? അപ്പൊ അവര് രാഷ്ട്രീയത്തെ എങ്ങനെ കാണുന്നു, സാമൂഹ്യ വിഷയങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതിന്റെ കൂടെ ഒരു നിർവചനം നമുക്ക് അതിനകത്ത് വായിച്ചെടുക്കാൻ പറ്റും. കാര്യം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ പ്രസ്താവനയും ആ പ്രസ്താവനയ്ക്ക് ഉപോദ്ബലകമായിട്ടുള്ള ഇത്തരത്തിലുള്ള തുണിയിടാതെ വരുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് സൗദി അറേബ്യയിൽ ഇതുവരെ പോവില്ല, ഇല്ല. കാരണം അവിടുത്തെ സോഷ്യൽ സിസ്റ്റം അതായതുകൊണ്ടാണ്. അവിടെ ഒരുപാട് അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളും നമുക്ക് എടുത്തു വേണേൽ കാണിക്കാം, പോവില്ല. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇവിടുത്തെ സൊസൈറ്റി സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ എങ്ങനെ നമുക്ക് ഈ വളരെ ഗുണകരമായിട്ട് ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കാം എന്നുള്ള ചിന്ത സാമൂഹിക തലത്തിൽ നടക്കുന്നില്ല. അത് ആരംഭിക്കേണ്ടത് ശരിക്കും രാഷ്ട്രീയക്കാരിലാണ്. എങ്ങനെയാണ് ഒരു വിഷയത്തെ, ഇപ്പം അസംബ്ലിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു മാതൃകയാക്കി എടുക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അവിടെ ഇന്നിപ്പോ നമ്മുടെ തെരുവുകളിൽ പ്രശ്നമില്ല. നമ്മൾ ഏത് ചന്തയിലും പോയിക്കോ, പണ്ടൊക്കെ കാലത്താണ് ഇടിയും പിടിയും ഉണ്ടാവുമായിരുന്നു. ഇന്ന് ചന്ത എന്നൊക്കെ പറഞ്ഞാൽ വെൽ ഡിസിപ്ലിൻഡ് ആണ്. ശ്രദ്ധിച്ചോ? അങ്ങനെ ഉണ്ടോ? കാര്യം അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ചെറിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് വരില്ല എന്നുള്ളത് ഓരോരുത്തർക്കും അറിയാം. അത് കാരണം വെൽ ഡിസിപ്ലിൻഡ് ക്ലീൻ ആണ് നമ്മളന്ന് ചന്തകളൊക്കെ. പക്ഷെ അസംബ്ലി അതല്ല, ചന്തയേക്കാൾ മോശമായാണ് ഇപ്പൊ നിയമസഭ, അല്ലെ? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെയാണ് ഇവിടെ എന്ത് പറ്റുന്നു? അവിടെ സ്വാതന്ത്ര്യം ഒരു മര്യാദക്കാണോ ഉപയോഗിക്കുന്നത്? അല്ല. അപ്പൊ സ്വാതന്ത്ര്യത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാവണം. അവരുടെ സംഭാഷണങ്ങളിൽ അതുണ്ടാവണം, വാക്കുകളിൽ അതുണ്ടാവണം. അങ്ങനെ വാക്കുകൾക്ക് വളരെ മൂല്യം വരുന്ന സമയത്താണ് ആൾക്കാരത് ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് ആൾക്കാരിൽ ഒരു സാമൂഹികമായ മാറ്റം ഉണ്ടാവുകയും ആരും പറയേണ്ട ആവശ്യമൊന്നുമില്ല. വസ്ത്രം മാന്യമായിട്ടാണോ അമാന്യമായിട്ടാണോ എന്നുള്ളത് അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യം പോലെ ചെയ്യുന്നത്. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? ജനത്തിനെ വിളിച്ചു കൂട്ടണോ, ഒരു ബഹളം ഉണ്ടാക്കി അബോധപൂർവമായിട്ട് ജനങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങളുടെ സെയിൽസ് നടത്തണം. അതാണ് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന സെലിബ്രിറ്റീസിനെ വിളിച്ചു വരുത്തുമ്പോൾ, ഉദ്ഘാടനത്തിന് വിളിച്ചു വരുത്തുമ്പോൾ ഇവർ തന്നെയാണ്, ഉദ്ഘാടനത്തിന് വിളിച്ചു വരുത്തുന്ന സംഘാടകർ തന്നെയാണ് ഏത് വസ്ത്രം ധരിച്ചിട്ട് വരണം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ട് വരണം എന്ന് സെലിബ്രിറ്റികളോട് ആവശ്യപ്പെടുന്നത്. അതെ, അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു അവരുടെ വരവോടുകൂടി ഈ കടയ്ക്ക് ഇത് കിട്ടണം. കാരണം അവർ വരുന്നതിന് അവരുടെ സ്റ്റാർ വാല്യൂന് കാശ് കൊടുക്കുന്നു. അവരുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിനെയും ഇവര് വിറ്റ് കാശാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് അവരും കൂടെ തീരുമാനിക്കേണ്ടതാണ്. എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം പുറമേ കാണിച്ചിട്ട് ഞാൻ വിറ്റ് അതിന് വില പേശി കാശ് വാങ്ങണോ വേണ്ടയോ എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാവുന്നതാണ്. ഉദ്ഘാടനത്തിൽ തീരുമാനിക്കാവുന്നതാണ്. അതല്ല, അവരുടെ ഒരു ശരീരത്തിന്റെ ഭാഗം ഞാൻ വിറ്റിട്ട് ഞാൻ കാശ് വാങ്ങിക്കുന്നു, എനിക്ക് കാശ് വേണം, അതുകൊണ്ട് എന്റെ എന്താ പറയുക അപ്പർ ബോഡിയുടെ പോർഷൻസോ അതല്ല എന്റെ വെർട്ടെക്സോ എവിടെയാണോ ഞാൻ കുറച്ച് എക്സ്പോസ് ചെയ്യുന്നത് അതെനിക്ക് കാശ് കിട്ടുന്ന സംഗതിയാണ്, എന്റെ ബോഡി ഞാൻ മാർക്കറ്റ് ചെയ്ത് കാശ് വാങ്ങിക്കുന്നു. ഇത്രയേ ഉള്ളൂ സംഗതി. ഇതാണ് നമ്മളുടെ കേരളത്തിലെ ഇന്നത്തെ ഒരവസ്ഥ, അല്ലെ? ശരിയല്ലേ? സംഗതി ശരിയല്ലേ? അല്ലെ? അപ്പൊ ഇത്രയേ ഉള്ളൂ. അതിനകത്ത് സദാചാരവും ഇതിനകത്തൊന്നും വലിച്ചു വരേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു സൊസൈറ്റി എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ നേതാവ് യു പ്രതിഭയുടെ ഒരു നിലപാടിനോട് അത് വെറും ഒരു എന്താ പറയുക, ഒരു രാഷ്ട്രീയ നേതാവിന്റെ വായിൽ നിന്ന് വരേണ്ട വാചകമല്ല പ്രതിഭയുടെ ഇന്ന് വന്നിരിക്കുന്നത്. കാരണം സാധാരണ വ്യക്തികളിൽ നിന്നും കുറച്ചുകൂടെ മാറി ചിന്തിക്കാൻ രാഷ്ട്രീയ നേതാവിന് ഉത്തരവാദിത്വമുണ്ട്. അതെ, അതാണ് ഏറ്റവും വലിയ ഇപ്പോഴത്തെ അത് വിഷയമാകാൻ അല്ലെങ്കിൽ വിവാദമാകാൻ കാരണം അത് തന്നെയാണ്. കാരണം ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രസ്താവന വരുമ്പോഴാണ് അത് ജനങ്ങൾ ഏറ്റെടുക്കുന്നതും അത് വിവാദമാകുന്നത്. അതേ സ്ഥാനത്ത് ഒരു നോർമൽ സാധാരണക്കാരായ ആരെങ്കിലും ഇത് പറഞ്ഞാൽ അത് അയാളുടെ നിലപാടാണ്, ആ ഒരു വ്യക്തിയുടെ മാത്രം നിലപാടായി മാറുകയും ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ അത് ഒന്നിലധികം പേരുടെ നിലപാടുകൾ ചേരുന്നതായിട്ട് നമ്മൾ സാധാരണ എല്ലാ ജനങ്ങളും കാണുന്നു. അതുകൊണ്ടാണ് ഇത്രയും വിവാദമായത്. ഇപ്പൊ തന്നെ മറ്റേ TV ഷോ ഉണ്ടല്ലോ, ഒളിഞ്ഞു നോട്ടം. സത്യം പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഒളിഞ്ഞു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. ഒരു ഒളിഞ്ഞു നോട്ടത്തിന്റെ ആവശ്യമില്ല. ഞാൻ ആലോചിക്കായിരുന്നു, പണ്ടൊക്കെ വാസ്തവം പറഞ്ഞ ഇന്ന് സ്ത്രീകളോടൊക്കെ ഇവിടുത്തെ ആണുങ്ങൾ ഭയങ്കര കടപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം വളരെ ഔദാര്യപൂർവ്വമാണ് അവര് വേഷം ധരിക്കുകയും ഒളിഞ്ഞു നോക്കാതെ തന്നെ തുറന്നു കാണിക്കുന്ന സമൂഹം ഉള്ളത്. പണ്ടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ കുളത്തിന്റെ ചുറ്റുമുള്ള കൈതക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയുമെന്നറിയില്ല, ഈ കൈത മുള്ള് എത്രയോ പേരുടെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാമോ? എത്രയോ ഇടിയും വെട്ടും കുത്തും കൊലപാതകം ഉണ്ടായിട്ടുണ്ടെന്നറിയാമോ? കാരണം എന്താ വെച്ചാൽ ഈ കുളത്തിൽ കുളിക്കാൻ വരുന്ന സ്ത്രീകൾ ആകെ അവർ ചെയ്യുന്നത് കുളിക്കാൻ നേരം ഈ മുണ്ടെടുത്ത് മാറിന്റെ മേൽ വെച്ചെന്ന് വെട്ടും, ഇത്രയേ ഉള്ളൂ. പിന്നെ നനഞ്ഞ ശരീരം കാണാം. ഇത് കാണാനായിട്ട് കൈതക്കൂട്ടത്തിനിടയ്ക്ക് ഒളിച്ചിരിക്കാനും കാണാതെ. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഈ ഒരു ഷോൾഡറിന്റെ ഭാഗം കാണാൻ വേണ്ടി മാത്രം. അപ്പൊ ഇത് കണ്ടിട്ട് ഈ സ്ത്രീ കുളിക്കുന്ന സ്ത്രീയുടെ ഏതെങ്കിലും ആംഗ്ലമാര് കണ്ടു കഴിഞ്ഞാൽ ഇടിയായി.
അങ്ങനെയാണ് ഇടിയും വെട്ടും കുത്തും കൊലപാതകം ഉണ്ടായി പലരും ജയിലിൽ പോയിട്ടുള്ള സംഭവമുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് എത്രയോ സ്വതന്ത്രമായ സമൂഹമാണ്. അത് പിന്നെ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒളിഞ്ഞു നോട്ടത്തിന്റെ ആവശ്യമില്ല. പക്ഷേ ഈ ഒളിഞ്ഞു നോക്കാനുള്ള രഹസ്യം അറിയാനുള്ള താല്പര്യം മനുഷ്യന്റെ ജീവിത അവസാനം വരെ ഉണ്ടാവും. മനസ്സിലായി? അത് തന്നെയാണ് നമ്മളിപ്പോ ഇപ്പൊ നോബൽ പ്രൈസ് കിട്ടുന്നു. എന്തുകൊണ്ടാണ് നോബൽ പ്രൈസ് കിട്ടുന്നത്? രഹസ്യം അന്വേഷിച്ചു പോവുകയാണ്, അല്ലെ? ഇപ്പൊ ക്വാണ്ടം ഫിസിക്സിന്റെ ഇതിന് ഏറ്റവും ഇപ്പോഴത്തെ പുതിയ പ്രൈസ് കിട്ടി. എന്തുകൊണ്ടാണ്? മാറ്ററിന്റെ രഹസ്യം അന്വേഷിച്ചു പോയി അതിന്റെ സൂക്ഷ്മതലത്തിൽ എത്തി ആ രഹസ്യം കണ്ടെത്തുന്നു. അപ്പൊ ഈ ക്യൂരിയോസിറ്റി മനുഷ്യന് ഉള്ളിടത്തോളം കാലം ഉണ്ടാവും. അപ്പൊ ഇവിടെ ഈ TV ഷോയിൽ സൃഷ്ടിക്കുന്ന എന്താണ്? ഒരു രഹസ്യം ആദ്യം സൃഷ്ടിക്കുന്നു, അതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു ചിന്ത ജനങ്ങളുടെ ഉള്ളിലേക്ക് ക്യൂരിയോസിറ്റി വരുന്നു. അപ്പൊ ഈ കാഴ്ചക്കാരിലും ഇതുപോലെ സംഭവിക്കുകയാണ്. അതെ. അപ്പൊ ഇയാളുടെ ഇതിനകത്ത് ഒരു TV ഷോയിൽ ഒരു പങ്കാളി മറ്റുള്ള ഒളിഞ്ഞു നോക്കുന്ന സമയത്ത് അയാളിലൂടെ നമ്മൾ ഒളിഞ്ഞു നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിലുള്ള ഒളിഞ്ഞു നോട്ടത്തിന്റെ ആ ഒരു ഒളിഞ്ഞു നോട്ടത്തിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതാവുമ്പോ എന്ത് പറ്റുന്നു? വീണ്ടും നമുക്ക് ഒളിഞ്ഞു നോക്കാൻ താല്പര്യം വരുന്നു. അതുകൊണ്ട് അടുത്ത TV ഷോ നമ്മൾ കാത്തിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞ സംഗതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സൗന്ദര്യത്തോടു കൂടി സെക്സിനെ എൻജോയ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു പ്രധാന കാരണം അതാണ്. മലയാളി ഇപ്പൊ നേരിടുന്ന, മലയാളി എല്ലായിടത്തും ഈ സെക്സിനെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. മലയാളി ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയമാണ്. വിശേഷിച്ചും കാര്യം എല്ലാം എക്സ്പോസ്ഡ് ആണ്. അത് കാരണം എന്ത് പറ്റുന്നു? രഹസ്യം കുറവാണ്. അപ്പൊ ഈ രഹസ്യം പൊതുവിൽ ഈ ശാരീരികമായി മാത്രം താല്പര്യമുള്ള വ്യക്തികൾക്ക് കുറച്ച് ശാരീരിക രഹസ്യം ആവശ്യമാണ്. അതിപ്പോ നിലവിലില്ല. അതുകൊണ്ടാണ് നെക്സ്റ്റ് സ്റ്റേജ് വയലൻസിലേക്ക് പോകും. സെക്ഷൽ എന്താ പറയാ, ഈ വൈകൃതങ്ങളിലേക്ക് പോകും, പെർവേർഷനിലേക്ക് പോകും. ഇതെല്ലാം ഇന്ന് കേരളത്തിലെ വ്യാപകമാണ്, അല്ലേ? അപ്പൊ അതാണ്. അപ്പൊ അതിനെ ഇതൊരു വലിയ സാമൂഹ്യ വിഷയത്തിന്റെ അതല്ലെങ്കിൽ ഒരു സോഷ്യൽ പെർസ്പെക്റ്റീവിൽ വേണം ഇതിനെയൊക്കെ കാണാനായിട്ട്. അല്ലാതെ ഇപ്പം സിനിമാ നടികള് മുഴുവൻ വസ്ത്രം ധരിച്ചു വന്നിട്ടോ അതല്ലെങ്കിൽ നാളെ ഇനി പർദ്ദയിട്ട് വന്നതുകൊണ്ടോ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ഇല്ലേ? അപ്പൊ ഇതിനെ ആ ഒരു പൊളിറ്റിക്കൽ ലീഡർ ഒരു സംഗതി കാണുമ്പോൾ അതിനെ ഒരു ഡിഫറെന്റ് ആംഗിളിൽ ഇതിനെ കാണാൻ തയ്യാറാണ്. അതിപ്പോ പ്രതിഭ കണ്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സാർ.